എന്റെ നാട് പല പ്രാവശ്യം പിടിച്ച് പിന്നീടടിക്കും. കയ്യും കാലുമൊക്കെ വയ്ക്കും. പിന്നെ മോണ്ടിപ്പണി അതാണ് തയ്ക്കാൻ പറ്റാത്ത മോണ്ടിപ്പണിച്ച് വലിച്ച് കൊണ്ടുറമ്പിലടയ്ക്കും. നീ അടുത്തേക്ക് മരത്തില്ല എന്ന് പറഞ്ഞു എന്റെ ഉമ്മയും ബാപ്പയും കൊണ്ട് കള്ള എന്നാണ് പറഞ്ഞ. മോള് പോയിട്ട് പിറ്റേന്ന് വരാന്ന് പറഞ്ഞ മോളെ കാണുന്നില്ല, പെരുന്നാളിനും കാണുന്നില്ല. അതിന്റെ പിറ്റേന്ന് ഞാൻ ഇങ്ങനെ സുബൈ നമസ്കരിച്ച പള്ളിയിൽ പോയി സുബൈ നമസ്കരിച്ചിരുന്ന സമയത്ത് എനിക്കെന്തോ ഒരു ഇത് തോന്നി, എൻ്റെ മോളെപ്പോ എനിക്ക് കാണും എന്നും പറഞ്ഞ് ഞാൻ നേരെ നമസ്കാരം കഴിഞ്ഞ് നേരെ അവിടെ പോയി പനകൂടി. അവിടെയാണ് വാടകയ്ക്ക് എടുത്ത്. ഇവർ സ്വന്തം വീട്ടിൽ താമസിക്കില്ല. ഇവർ 2 നില വീടൊക്കെ എടുത്തിട്ട് ആഡംബരമായിട്ട് ജനങ്ങളെ കാണിപ്പിക്കാനും ഈ പെൺകുട്ടികളെ വളയ്ക്കാനും ഉള്ള ഏർപ്പാടിലാണ് ഇവരിത് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ മോളെ വിളിച്ചപ്പം വല്ലാത്ത ഒരു സൗണ്ടിൽ ഒരു വിളി കേട്ടു. അങ്ങനെ പെട്ടെന്ന് കുറവുള്ളത് നീ ഇങ്ങനെ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവന്ന് വെച്ചാൽ കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്ന് കഥവ് തുറക്കുന്നത്. തുറന്നുള്ള എന്നെ ഞാൻ നോക്കിയപ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ മൂങ്ങിക്കൂടെ ഉരിച്ച് ഇങ്ങനെ മോന്റെയൊക്കെ ഈ വർണ്ണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ട് പോയതിന്റെ തലയ്ക്കുന്ന ദിവസം മോള് നമ്മുടെ അടുത്ത് പറയുകയാണ്, പാപ്പ എൻ്റെ കാലിലടിച്ചിട്ട് കയറെടുക്കാൻ പറഞ്ഞു. എൻ്റെ കാലിൽ 2 അടിച്ച് ഇതാക്കിയിട്ട് എനിക്ക് പറഞ്ഞ് കയറെടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് പറഞ്ഞ് ഫാനിൽ കെട്ടാൻ പറഞ്ഞു. ഫാനിൽ കെട്ടാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കയറാൻ പറ്റുന്നില്ല. കസേര അവര് എന്നെ എടുത്തിട്ട് കസേര മേടെ കയറിയിട്ട് നീ ഫാനിൽ കെട്ടാൻ പറഞ്ഞു. കെട്ടിയിട്ട് നീ തൂങ്ങണം, ഞങ്ങള് വീഡിയോ എടുത്തോളൂ. നീ സ്വന്തമായിട്ട് കയറി തൂങ്ങിയതാണെന്ന് ഞങ്ങൾ പലർക്കും വീഡിയോ ഇട്ട് കൊടുക്കും. നമസ്കാരം. 6ഓളം പരാതികളാണ് പോലീസ് സ്റ്റേഷനിലെ ഒരു കുടുംബം കൊണ്ടുചെന്ന് നൽകുന്നത്. അതായത് തൻ്റെ മകളുടെ ജീവന് പോലും ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി നൽകിയിട്ടുള്ള പരാതികൾ. ആ പരാതികൾക്ക് അന്ന് പോലീസിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു 1.5 വയസ്സുകാരൻ്റെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. എന്തായാലും അഷ്കറിൻ്റെ ക്രൂരതകളുടെ ഓരോ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് അഷ്കർ ആദ്യം വിവാഹം കഴിച്ച ആ പെൺകുട്ടിയാണ് ആമിന. ഇന്നവളുടെ അവസ്ഥയൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ അഷ്കറിൻ്റെ ക്രൂരതയുടെ ഭാഗമായിട്ട് ചികിത്സയിൽ തുടരുന്ന ആമിന ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. എല്ലാം കാണുന്നുണ്ട്. ഞാൻ എന്റെ വിവാഹം എങ്ങനെയാണ് കഴിഞ്ഞതെന്നും ഞാൻ ഇങ്ങനെയാണ് യാതൊന്നും ഞാൻ പറയാം. എന്റെ വിവാഹം 2022 അന്ന് കുഞ്ഞിന് 18 വയസ്സ് മാത്രമാണ് പ്രായം. അഷ്കറിന് 29 വയസ്സ്. എങ്ങനെയാണ് അഷ്കറിനെ കുഞ്ഞ് പരിചയപ്പെടുന്നത്? ആമിന എന്നെ ഈ മനെ എനിക്ക് പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് ചോദിക്കാം, എന്റെ വീട്ടുകാർ സമ്മതിക്കണമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ വിളിച്ചു നടക്കുന്ന സമയത്ത് എന്റെ അതായത് ആമിന പറയുന്നത് ഈ പറയുന്നത് പോലെ ആമിന എന്ന് അതേ പേരുള്ള മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് അഷ്കർ എന്ന് പറയുന്ന ഒരു യുവാവ് ഇത്തരത്തിൽ ആമിനയെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ബന്ധപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഫോൺ വഴിയാണ് ഒരു കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ബന്ധം ഉണ്ടായ സമയത്ത് ആമിന പറഞ്ഞത് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുക എന്നുള്ളതാണ്. അങ്കിൾ, അങ്ങനെ ഈ ആമിന പറയുന്നത് പോലെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച സമയത്ത് എന്താ സംഭവിച്ചത്? ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആമിനക്കാരുടെ പ്രായമായില്ല, ആമിന പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആമിന പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് ആലോചിക്കും ആമിനായി കെട്ടിച്ചു കൊടുക്കണം വേണ്ടതെന്ന്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അറിയാം, നമ്മൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാ ആയിക്കോട്ടെ പോകാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇറങ്ങി പോയതാണ്. അങ്ങനെ ഉപ്പയും ഉമ്മയും സമ്മതിക്കാതിരുന്നിട്ട് കുഞ്ഞെന്താ ഇയാളോട് ഇറങ്ങി പോകാൻ കാരണം? ഉമ്മയും സമ്മതിക്കൂലെന്നെ പറഞ്ഞു. പിന്നെ എനിക്കെന്ന് വലിയ നടന്നുണ്ട്. എനിക്ക് ഇവനെ തന്നെ മതി എന്നായി. അവസാനം അവനെ വിളിച്ചിറക്കി കൊണ്ടുപോയി. അവനും അവന്റെ സമയം ഉണ്ടായിരുന്നു കൂടെ. ആദ്യമായത് ഇവന്റെ മൊത്തമായ അടുത്താണ്. ആമിന പറയുന്നത് പോലെ ഇപ്പോൾ ആമിനയുടെ അഷ്കറിന്റെ ഉമ്മയുണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു വിളിച്ചോണ്ട് പോകുന്ന സമയത്ത്. ചേട്ടാ, അങ്ങനെ പോയ ആമിനയെ പിന്നെ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത്? എങ്ങനെയാണ് കുഞ്ഞിനെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ ഈ 2004 ഒരു കൊച്ചു പെരുന്നാൾ തലയ്ക്കുന്ന ദിവസം മോളിവിടെ വന്നായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ, 2024 ഞാൻ ചോദിച്ചു മോളെ നീ എന്താണ് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കാലൊക്കെ ആടി ഇങ്ങനെ വല്ലാതെ ഒരു ഇതിൽ വരുന്നു? ഒന്നുമില്ല വാപ്പച്ചി എന്ന് പറഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞ മോളൊരു കാര്യം ചെയ്യും, നാളെ മറ്റന്നാൾ പെരുന്നാളാണ്, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് മോളെ ഞാൻ അങ്ങോട്ടാക്കാം, നമുക്ക് പോകണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ശരി പാപ്പ എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന അവിടെ ഇവൻ ഫോൺ ചെയ്ത് വിളിച്ച് നീ ഇവിടെ വന്നില്ല ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവം നീ നിന്റെ വീട്ടിൽ അറിയിക്കുകയോ വേറെ എവിടെയെങ്കിലും അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നിന്റെ സഹോദരനെ ഞാൻ വണ്ടി കയറ്റി ഇറക്കിക്കൊണ്ടു, നിന്റെ ഉമ്മായെ ഞാൻ വണ്ടി കയറ്റി ഇറക്കിക്കൊണ്ടു, നിന്റെ വാപ്പായെ ഞാൻ വണ്ടി കയറ്റി ഇറക്കിക്കൊണ്ടു എന്ന് ഇവിടെ പറഞ്ഞ് ഇവിടെ മനസ്സിനെ ഭീതിപ്പെടുത്തി. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും നമ്മളോട് പറയാറില്ല. എവിടെ അടിക്കുന്നോ എവിടെ അടിച്ചെന്നോ ഒന്നും എവിടെ പറയാറില്ല. പിന്നെ അതിനുശേഷം പെരുന്നാളിന് വന്നല്ലോ. ഞാൻ പറഞ്ഞു ശരി മോളെ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവൾ ഫോൺ ചെയ്ത് വിളിച്ച് ഇവൾ അങ്ങനെ ചെയ്ത് കളയും തട്ടിക്കളയും, അത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചു. അങ്ങനെ ഇവിടെ പറഞ്ഞു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നപ്പോഴും. കാരണം ഇവര് സ്വയം വീട്ടിൽ ഇവർ താമസിക്കില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അങ്ങനെ മോള് പോയിട്ട് പിറ്റേന്ന് വരാന്ന് പറഞ്ഞ മോളെ കാണുന്നില്ല, പെരുന്നാളിനും കാണുന്നില്ല. അതിന്റെ പിറ്റേന്ന് ഞാൻ ഇങ്ങനെ സുബൈ നമസ്കരിച്ച പള്ളിയിൽ പോയി സുബൈ നമസ്കരിച്ചിരുന്ന സമയത്ത് എനിക്കെന്തോ ഒരു ഇത് തോന്നി, എൻ്റെ മോളെപ്പോ എനിക്ക് കാണും എന്നും പറഞ്ഞ് ഞാൻ നേരെ നമസ്കാരം കഴിഞ്ഞ് നേരെ അവിടെ പോയി പനപൂരി. അവിടെയാണ് വാടകയ്ക്ക് എടുത്ത്. ഇവർ സ്വന്തം വീട്ടിൽ അവർ താമസിക്കില്ല. ഇവർ 2 നില വീടൊക്കെ എടുത്തിട്ട് ആഡംബരമായിട്ട് ജനങ്ങളെ കാണിപ്പിക്കാനും ഈ പെൺകുട്ടികളെ വളയ്ക്കാനും ഉള്ള ഏർപ്പാടിലാണ് ഇവരിത് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ മോളെ വിളിച്ചപ്പം വല്ലാത്ത ഒരു സൗണ്ടിൽ ഒരു വിളി കേട്ടു. അങ്ങനെ പെട്ടെന്ന് തുറമുള്ള കഥ നീന്നിങ്ങനെ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവ കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്ന് കഥ തുറക്കുന്നത്. തുറന്നുടനെ തന്നെ ഞാൻ നോക്കിയപ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ മൂങ്ങിക്കൂടെ കുടിച്ച് ഇങ്ങനെ മോന്തയൊക്കെ ഈ വണ്ണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്ത് പോളെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് പാപ്പ എന്നെ ഇവരെ അടിച്ച് എന്നെ ഇന്നലെ അടി തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവർ രാവിലെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. കഥ അടച്ച് എല്ലാം ചെയ്തിട്ട് അവർ രാവിലെ പൊക്കളഞ്ഞു. എനിക്ക് ഇന്നലെ ആഹാരങ്ങളോ ഒന്നും തന്നില്ല, എന്നെ മർദ്ദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ വാങ്ങും പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് പാലോട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് എക്സ്റേ എടുത്തപ്പോൾ മൂക്കിന് പൊട്ടൽ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കലിൽ ചെന്നുടനെ എന്നെ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തു. MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ പറഞ്ഞ് ഇതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ബ്രേക്കിൽ പ്രശ്നമുണ്ട്, ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ആരംഭമുണ്ട്, അതാണ് പ്രശ്നമെന്ന് പറഞ്ഞു.
അപ്പുറത്തിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ തള്ളയും മോനും കൂടി അവിടെ വന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങൾ എന്നെ തടയാണെങ്കിൽ പ്രാവി നീ അടുത്തേക്ക് മരത്തില്ല എന്ന് പറഞ്ഞു പ്രാവി. എന്ത് പറഞ്ഞിട്ടാ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നത്? നാലും വീടുമാണ് എനിക്കുള്ള, അത് വേണമെന്ന് പറഞ്ഞാണ് എന്നെ ഉപദ്രവിക്കണം. പിന്നെ ഒരു ഡ്രൈവറുടെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്. ആ ഡ്രൈവില് എൻ്റെ ഉമ്മയും ബാബയും കൊണ്ട് കള്ളാം എന്നാണ് പറഞ്ഞ. കളഞ്ഞിട്ട് ഞാനും നീയും നിന്റെ ഉമ്മയും എന്താണ് ഞാനും നീയും ആലിയത്തെ ആശീർവാദം 2 പിള്ളേരൊക്കെ പിന്നെ അമ്മയും കൂടെ അവള് താമസിക്കുന്ന പറഞ്ഞു. ഈ വീട്ടിലോ? പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങി കൊടുത്തിട്ട് ഇല്ല ചായപ്പിൽ പോയി കിടന്നുകൊള്ളണം. അവനും അവന്റെ ഉമ്മാക്കും അവന്റെ സഹോദരിക്കും അവന്റെ സഹോദരിന്റെ 2 മക്കൾക്കും ആമിനാക്കും കൂടെ താമസിക്കണമെന്ന് അവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് അടി കൊടുക്കുന്നത്, തലയിൽ അടിക്കുന്നത്, വയറ്റിൽ ചവിട്ടുന്നത്. എന്തോരം ദ്രോഹമായിരുന്നു ഈ മോള്, എന്തോരം ദ്രോഹമായിരുന്നു ഈ മോള്. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ട് പോയതിന്റെ തലയ്ക്കും ദിവസം മോള് നമ്മുടെ അടുത്ത് പറയുകയാണ്, പാപ്പ എൻ്റെ കാലിലടിച്ചിട്ട് കയറെടുക്കാൻ പറഞ്ഞു. എൻ്റെ കാലിൽ 2 അടിച്ച് ഇതാക്കിയിട്ട് എനിക്ക് പറഞ്ഞ് കയറെടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് പറഞ്ഞ് ഫാനിൽ കെട്ടാൻ പറഞ്ഞു. ഫാനിൽ കെട്ടാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കയറാൻ പറ്റുന്നില്ല. കസേര അവരും എന്നെ എടുത്തിട്ട് കസേര മേടെ കയറിയിട്ട് നീ ഫാനിൽ കെട്ടാൻ പറഞ്ഞു. കെട്ടിയിട്ട് നീ തൂങ്ങണം, ഞങ്ങൾ വീഡിയോ എടുത്തോളൂ, നീ സ്വന്തമായിട്ട് കയറി തൂങ്ങിയതാണെന്ന് ഞങ്ങൾ പലർക്കും വീഡിയോ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്കർ പറഞ്ഞെന്ന് അവൻ്റെ കാലിലൊക്കെ അടി കിടക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ കാലിലൊക്കെ മുറിവ് അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു. അത് ഇപ്പോഴും വേണ്ട, പിന്നെ മതിയെന്ന്. ഇതൊക്കെ മോൾ അന്ന് വ്യക്തമായിട്ട് നമ്മളത് പറയുകയായിരുന്നു. അന്ന് സംസാരിക്കാൻ എല്ലാം വ്യക്തമായിട്ട് അറിയായിരുന്നു. ഇതെല്ലാം നമ്മൾ അന്നെന്നാണ് ഈ കാര്യങ്ങളെല്ലാം അത്രയും ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. മോളെ എങ്ങനെയാണ് അയാൾ ഉപദ്രവിച്ചിരുന്നത്? എന്റെ പല പ്രാവശ്യം കയ്യും കാലുമൊക്കെ ഉപദ്രവിക്കും. പിന്നെ മോണ്ടിപ്പെട്ട് അതാണ് തയ്ക്കാൻ പറ്റും. മോണ്ടിപ്പെട്ട് വലിച്ച് കൊണ്ടുറമ്പിലടയ്ക്കും. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുമ്പോ പേടിയായിരുന്നില്ല അയാളെ കൂടെ ജീവിക്കാൻ? അപ്പൊ എന്താ അമ്മയോടൊന്നും പറയാഞ്ഞത് ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന്? അമ്മയുള്ള കാര്യം പറഞ്ഞ അവൻ തന്നെയാണ് പറഞ്ഞത് കൊണ്ടുവന്ന്. ആരോടെങ്കിലും പറഞ്ഞാ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നല്ലേ? അപ്പം ആ പേടി കൊണ്ടാണ് കുഞ്ഞാരോടൊന്നും പറയാഞ്ഞത്? ആരോടെങ്കിലും പറഞ്ഞ കൊന്നുകളയും വേണ്ടി നോക്കി ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞു. ഇയാളുടെ ഉമ്മയും സഹോദരി ഇതുപോലെ തന്നെയായിരുന്നോ കുഞ്ഞിനോട്? എന്റെ സർട്ടിഫിക്കറ്റില്ല, അനുമാനിക്കാൻ അനുമാനിക്കാത്ത ഇന്നും പറഞ്ഞ് ഞാൻ കാണും എന്നാണ് ഇയാള്
സർട്ടിഫിക്കറ്റ് നിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അതിപ്പം നീ അങ്ങനെ കാണണ്ട, കണ്ടുപോലെ കണ്ട എന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. പേടി കൊണ്ടാണ് അപ്പൊ ആമിനെയൊന്നും പറയാതെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? പിന്നെ ഇവളെ നിരന്തരം ഉപദ്രവിച്ച് ഇവള് സർട്ടിഫിക്കറ്റ് ചോദിക്കും 10ാം ക്ലാസ്സിലെ. നീ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നീ പഠിച്ചിപ്പോ അങ്ങനെ വിലസണ്ട, നിന്നെ അതിന് ഞാൻ വിടൂല എന്നും പറഞ്ഞ് ഇവളെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെയാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ആമിനായും അവനും കൂടെയാണ് വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴ് മെമ്പറെ ഇവര് തന്നെ വിളിച്ചു വരുത്തി മെമ്പറെ സാക്ഷി നിർത്തിയാണ് മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകുന്നത്.